ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ഈ വിഷയത്തിൻ്റെ ഉണ്ട്. നിങ്ങൾ സെക്കൻഡ് സെം സോഷ്യോളജി പേപ്പറിൻ്റെയും പിന്നെ സെക്കൻഡ് സെം BA ഹിസ്റ്ററിക്കാരുടെയും സോഷ്യോളജിക്കാരുടെയൊക്കെ ഒരു ഒരു ആൻസിലറി പേപ്പറായ ജനറൽ എക്കണോമിക്സിൻ്റെയൊക്കെ നോട്ട്സ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുണ്ട്. ഫസ്റ്റ് സെമ്മിൻ്റെ ഇംഗ്ലീഷ് ഒഴികെയുള്ള മറ്റ് വിഷയങ്ങളുടെയൊക്കെ നോട്ട്സ് ഉണ്ട്. ഇതൊക്കെ പെയ്ഡ് നോട്ട്സാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ കൊടുത്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ നിങ്ങൾ വാട്സാപ്പിൽ വരിക, എന്നിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് പ്രഭാഷണമാണല്ലോ. ആ പ്രഭാഷണത്തിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭാരതത്തിൻ്റെ സർഗാത്മക ഭാവന എന്നാണ്. അത് G. ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ലേഖനമാണിത്. അപ്പം അത് നമ്മൾ ആ ഒരു ലേഖനത്തെ അതിൻ്റേതായ രീതിക്ക് ഞാനങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ അതിൽ നിറയെ കാവ്യഭാഷയാണ്, നിറയെ സാഹിത്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്നൊരു ഭാഷയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇതിന്നും അഴീക്കോടിനെ കുറിച്ചുള്ള അതിൽ നിന്നൊക്കെ പ്രഭാഷണ കലയെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, എസ്സേ ആയിട്ട് പോലും. അപ്പോൾ അത് നമുക്ക് ഏത് ബ്ലോക്കിൽ നിന്ന് വരുമെന്ന് പറയാം. കാരണം ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ പ്രഭാഷണമാണല്ലോ കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നതായാലും അത് നമ്മൾ G. ശങ്കരക്കുറുപ്പിനെ കുറിച്ചൊന്ന് ആദ്യം ഒന്ന് പറയാം. കേരളത്തിൽ അറിയപ്പെടുന്ന കവിയും അധ്യാപകനുമാണ് ആര്? അല്ലെങ്കിൽ G എന്ന് ചുരുക്കപ്പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് G. ശങ്കരക്കുറുപ്പ്. 1965 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലകളിലൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും പത്മഭൂഷൺ ഉൾപ്പെടെ ധാരാളം അംഗീകാരങ്ങൾ G. ശങ്കരക്കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. മിസ്റ്റിസിസം അതുപോലെ സിംബലിസം എന്നിവയൊക്കെയാണ് ജിയുടെ ഭാവഗീതങ്ങളുടെ സവിശേഷതകളായിട്ട് എന്നും പുകഴ്ത്തുന്നത്. മലയാള സാഹിത്യത്തിനുള്ള പ്രസിദ്ധ ഉപഹാരമായ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയതാരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ അവാർഡ് എന്നൊരു അവാർഡ് ഏർപ്പെടുത്തിയത് G. ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, സാഹിത്യ കൗതുകം, 3 വള്ളിയങ്ങളായിട്ട് എഴുതിയതാണ് സാഹിത്യ കൗതുകം. പിന്നെ പൂജാപുഷ്പം, ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും, ഓർമ്മയുടെ ഓളങ്ങളിൽ, അതുപോലെ തന്നെ മേഘഛായ, ഗീതാഞ്ജലി, വിലാസലഹരി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. ഇതാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. അപ്പോൾ ജിയുടെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ, വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ. നോട്ടിൽ അത് പ്രത്യേക അടയാളപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. പിന്നെ വിലാസലഹരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിവർത്തനങ്ങളിൽ വരുന്ന ഒന്നാണ് വിലാസലഹരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ലേഖനം തന്നെ, ഈ ഒരു യൂണിറ്റ് തന്നെ എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? അദ്ദേഹം ജ്ഞാനപീഠ അവാർഡ് കരസ്ഥമാക്കുന്ന വേദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള പറഞ്ഞു. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചുരുക്കിയിട്ടൊന്ന് പറയാൻ ശ്രമിക്കാം. അതിൻ്റെ യൂണിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് എൻ്റെ ധാരണ. കാരണം അത്രയും കട്ടിയായിട്ടുള്ളൊരു മലയാളമാണെങ്കിൽ പോലും അങ്ങനെയാണ് അതിൻ്റെ രൂപം. അപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്ന അന്യാദൃശമായ പ്രതിഷ്ഠയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് G പറയുന്നത്. ആ സമ്മാനത്തെക്കാൾ Gയെ ആകർഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിലുള്ള ആദർശവും സങ്കല്പവുമാണ് എന്നാണ് G പറയുന്നത്. അങ്ങനെയാണ് തനിക്ക് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാരത്തെക്കാൾ അദ്ദേഹത്തെ ആകർഷിക്കുന്നത് അതിൻ്റെ പിറകിലുള്ള ആദർശവും സങ്കല്പവുമാണെന്ന് പറയും. അപ്പോൾ എന്താണ് ആ ആദർശവും സങ്കല്പവും? ഭാരതീയ സാഹിത്യം എന്ന ബോധത്തിൻ്റെ പുനരുജ്ജീവനം ഭാരതീയ ജനതയുടെ ഹൃദയത്തിൽ വെച്ച് സംയോജിക്കും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പവും ആദർശവും. ഇങ്ങനെയാണ് ഭാരതീയ സാഹിത്യം എന്ന ബോധത്തിൻ്റെ പുനരുജ്ജീവനം. അതായത് ഭാരതീയ സാഹിത്യം ഇനി
പുനർജനിക്കും. എങ്ങനെ? ഭാരതീയ ജനതയുടെ ഹൃദയങ്ങളിൽ എങ്ങനെ അത് സംയോജിച്ചുകൊണ്ട് ഇപ്പം വേദിയിൽ വെച്ച് നമുക്കിത് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കിട്ടാൻ ഇടയാക്കിയത് എന്താണ്? ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഭാരതീയ സാഹിത്യത്തെക്കുറിച്ചുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ്. അത് ഇനിയും എന്ത് ചെയ്യും? ഇവിടെ വെച്ച് സംഗമിക്കും എന്നുള്ളൊരു സങ്കല്പവും ആദർശവുമാണ് ആ അവാർഡിനേക്കാൾ ആരെ ആകർഷിച്ചതെന്നാണ് പറയുന്നത്? ജിയെ ആകർഷിച്ചതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ലേഖനത്തിൽ ഞാൻ ഒന്നുകൂടി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. നമുക്ക് അതിൻ്റെ സംഗ്രഹമാണ് ശരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഭാരതീയ പ്രകൃതിയെയും ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും ജീവിത വീക്ഷണത്തെയും ജനതകളെയും ഐതിഹ്യത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായിട്ട് ഏകാഗ്രതയോടെ മഹാഭാരതം രചിച്ച വ്യാസനാണ് ഏകഭാരത സങ്കല്പത്തിന് ജീവനും രൂപവും കർമ്മചൈതന്യവും കൊടുത്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹൃദയത്തെ വിക്ഷോഭിപ്പിക്കുന്നത്, വികാരം കൊണ്ട് ജനങ്ങളെ മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത്, ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, അതുപോലെ ഭാവനാമയമായി അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും അതിനെ സംയോജിപ്പിക്കാനും സജ്ജമാക്കുന്നത് ആസന്നമായ ദേശകാല സ്ഥിതി വിശേഷങ്ങളാണെന്ന് പറഞ്ഞു. അതായത് വന്നുകൊണ്ടിരിക്കുന്ന ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥക്കനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവാർഡ് കൊടുക്കുന്നതിലൂടെ ഇനി അങ്ങോട്ടും അതെന്താവാം, അത് വേറെ ആളുകൾക്കും കിട്ടാനുള്ളൊരു അവസരങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. ജനങ്ങൾ അതിനു വേണ്ടി മാറിക്കഴിഞ്ഞല്ലോ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ സാരം. നവഭാരത ജനതയുടെ സമഗ്രഥനം അഥവാ നവഭാരത ജനതയുടെ അശ്രദ്ധ, നിരാകരണം, അതുപോലെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഭാരത ഹൃദയത്തിന് സവിശേഷമായ താഴ്ലയും ഭാരതീയമായ ഭാഷാ സാഹിത്യങ്ങളുടെ ശിലാദൃഢമായ അസ്ഥിവാരവും ചേർന്നുണ്ടാക്കുന്ന ആ സമാധാനത്തെയാണ് ഒട്ടേറെ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനത എന്താണ്? ഒന്നിച്ചു നിന്നുകൊണ്ട് അവരിലുണ്ടാകുന്ന രണ്ടായ്മകളെ ഒഴിവാക്കിയിട്ട് നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് അവരിലൊരു താളവും ലയവും ഉണ്ടാവും. അത് ഭാരതീയമായ ഭാഷാ സാഹിത്യങ്ങളുടെ ശിലാദൃഢമായ, അതായത് ശിലയോളം ഉറച്ചു നിൽക്കുന്ന അസ്ഥിവാരവും ചേർന്നുണ്ടാക്കുന്ന ഒരു സമാധാനത്തിനത് സമാധാനത്തെ ഒട്ടേറെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ ആത്മചൈതന്യം ഭാരതത്തിലെ ഭാഷകളിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ കൃതികളിൽ എങ്ങനെ മുഴങ്ങിയിരിക്കുന്നു എന്നതും അവയിൽ തന്നെ ഏതിൽ താരതമ്യേന അധികം കലാപരമായ സന്തോഷത്തോടെ മുഴങ്ങിയിരിക്കുന്നു എന്നൊരു അന്വേഷണം ആധുനിക ഭാരതീയ സാഹിത്യത്തിൻ്റെ ഏകദേശ രൂപരേഖ ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമായിരിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊടുക്കുന്ന ഈ അവാർഡുണ്ടല്ലോ, അത് ഇന്ത്യയുടെ ആത്മചൈതന്യം ഭാരതത്തിലെ ഭാഷകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ കൃതികളിലും ഭാരതത്തിൻ്റെ ചൈതന്യം അതെവിടെയാണ്? ഭാരതത്തിലെ ഭാഷകളിൽ, അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ കൃതികളിൽ എങ്ങനെ മുഴങ്ങിയിരിക്കുന്നു. ആ മുഴങ്ങുന്നുണ്ട് എങ്കിൽ ആ മുഴങ്ങുന്നവയിൽ തന്നെ ഏതിൽ താരതമ്യേന അധികം കലാസൗഭഗത്തോടെ എന്നാണ് അദ്ദേഹം പറയുന്ന വാക്ക്. കലാസൗഭഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കലാപരമായ സന്തോഷത്തോടെ എങ്ങനെ അതായത് അത്രയും ആവേശത്തോടു കൂടി കലയെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ മുഴങ്ങിയിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നത് എന്താണ്? ആധുനിക ഭാരതീയ സാഹിത്യത്തിൻ്റെ ഏകദേശ രൂപരേഖ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു സമാരംഭമാണ്, അല്ലെങ്കിൽ ഒരു തുടക്കമാണ് എന്നാണ് ജി പറയുന്നത്. മനസ്സിലാവാൻ കുറച്ചൊരു ഇതുണ്ടാവും, എന്നാലും സിമ്പിളാണ് താനും. അപ്പോൾ നിങ്ങൾ കേട്ടതന്നെ ഒന്നുകൂടി ഇങ്ങനെ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കിട്ടും കേട്ടോ. ഇനി അദ്ദേഹം പറയുന്നത് എന്താ? ആത്മാവിഷ്കാരത്തിന് വൈചിത്ര്യവും ഭാവസമഗ്രതയും നൽകുന്ന ഉപാധികൾ എന്ന നിലയിൽ വീക്ഷിക്കുന്നവർക്ക് ഭാഷാവൈവിധ്യ അനുഗ്രഹമായി തീരുകയുള്ളൂ. അതായത് നമ്മുടെ നമ്മളിലുള്ളൊരു ഒരു സംഗതിയെ നമ്മൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈചിത്ര്യവും അതുപോലെ അതായത് ഒരു ഭാവന വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ കവികളും കലാകാരന്മാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാവസമഗ്രതയും നൽകുന്ന ഉപാധികൾ എന്ന നിലയിൽ വീക്ഷിക്കുന്ന ആളുകൾക്ക് ഭാഷാ വൈവിധ്യം എപ്പോഴും അനുഗ്രഹമേ ആവുകയുള്ളൂ എന്ന് പറയുന്നത്. സാഹിത്യ ചരിത്രങ്ങളുടെ വളർച്ചയും ഭാവഭാവനകളുടെ നവോത്ഥാനത്തിന്, പുനരുജ്ജീവനത്തിന്, അതിൻ്റെ വികാസത്തിന്, പുതിയ അന്തരീക്ഷത്തെയും വെളിച്ചത്തെയും ചലനത്തെയും ഉൾക്കൊള്ളാൻ പ്രചോദിപ്പിക്കുന്ന അന്തർലീനമായൊരു ചൈതന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതാണെന്ത്? സജീവ സർഗാത്മക പാരമ്പര്യം. മനുഷ്യന് പ്രകൃതിയോട്, മനുഷ്യന് പ്രകൃത്യാതീത ശക്തിയോട്, മനുഷ്യനോടൊക്കെയുള്ള ബന്ധത്തിൻ്റെ ബോധധാരയാണ് ഏത് ജനതയുടെയും സാഹിത്യത്തിലെ മുഖ്യ ത്രിവേണി അല്ലെങ്കിൽ മുഖ്യ സംഗമസ്ഥാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യന് പ്രകൃതിയോടും മനുഷ്യന് പ്രകൃത്യാതീത ശക്തികളോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൻ്റെ ബോധധാര, ചിന്താധാരയാണ് ഏത് ജനതയുടെയും സാഹിത്യത്തിലെ മുഖ്യ
സംഗമം അല്ലെങ്കിൽ മുഖ്യ ത്രിവേണി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ആര് പറയുന്നുണ്ട്? ശങ്കരക്കുറുപ്പ് പറയുന്നുണ്ട്. സത്യസാക്ഷാത്കാരം, ആവിഷ്കാരം, അതുപോലെ അനശ്വരതാപാദനം എന്ന് അദ്ദേഹം പറയുന്നത്. അനശ്വരതാപാദനം എന്ന് പറഞ്ഞാൽ അനശ്വരത എന്ന് തന്നെ അർത്ഥമുള്ളൂ കേട്ടോ. സത്യസാക്ഷാത്കാരം, ആവിഷ്കാരം, അനശ്വരത, ഇത് മൂന്നും എന്താണ്? സർഗശക്തിയുള്ള ഭാവനയുടെ മുഖ്യധർമ്മമാണ്. സർഗശക്തിയുള്ള ഭാവനയുടെ മുഖ്യ ധർമ്മമാണ്. മനുഷ്യരിലുള്ള ഈശ്വരനെ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് പുരുഷോത്തമനെ എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണു ആണ് ശരിക്കും പുരുഷോത്തമൻ എന്ന് പറയും. പുരുഷന്മാരിൽ ശ്രേഷ്ഠനാണ്. അത് വിഷ്ണുവിനെയാണ് അങ്ങനെ പലപ്പോഴും പറയല്, മനുഷ്യരിൽ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ട്. അപ്പോൾ ഈശ്വരനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ പുരുഷോത്തമനെ, അന്ധകരണത്തെ, അതായത് മനുഷ്യരിലെ ആത്മപരിശോധനയെ പുതിയ ഹ്യൂമനിസത്തിൽ, പുതിയ മാനവികതയിൽ മാനവികതയുടെ ലയതാളങ്ങളിൽ വിളിച്ചുണർത്തുകയാണ് ഇന്നത്തെ കവി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കവികൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? മനുഷ്യരിലൊരു ഈശ്വര ചിന്ത ഉണ്ടാവില്ല, അതിനെ, അല്ലെങ്കിൽ മനുഷ്യരിലുള്ള പുരുഷോത്തമനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ, അതോ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ശ്രേഷ്ഠ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ അവരിലുള്ള ആത്മപരിശോധനയെ എന്ത് ചെയ്യണം? പുതിയ മാനിസത്തിൻ്റെ ലയതാളങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനവികതയുടെ താളലയങ്ങൾക്കനുസരിച്ച്, അതിൻ്റെ ആ രീതിക്കനുസരിച്ച് അങ്ങനെ ആവും ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ത് ചെയ്യണം? വിളിച്ചുണർത്തുക പറഞ്ഞാൽ എന്താ? അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിധത്തിലായിരിക്കണം ആര് കവിതകൾ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. ഇന്നത്തെ കവികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് ഉണർത്തിക്കൊണ്ടാണ് ആര് പ്രസംഗം അവസാനിപ്പിക്കുന്നത്? ജി ശങ്കരക്കുറുപ്പ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം എന്താണ് ഈ പ്രഭാഷണം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിവിധ പ്രാദേശികതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏകഭാരതം എന്ന സങ്കല്പം എങ്ങനെ പ്രസക്തമാവുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വിവിധ പ്രാദേശിക, അതായത് ഇന്ത്യ അനേകം സംസ്ഥാനങ്ങളും പ്രദേശങ്ങളായിട്ട് ഇങ്ങനെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഏകഭാരതം എന്ന സങ്കല്പം എങ്ങനെയാണ് പ്രസക്തമാവുന്നത്? അപ്പോൾ വിവിധ ഭാഷകൾ ഉള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണല്ലോ അദ്ദേഹത്തിന് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു മലയാള ഭാഷയ്ക്കുള്ള ജ്ഞാനപീഠ അവാർഡ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രസക്തി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയിൽ മലയാളം എന്ന കൊച്ചു പ്രാദേശിക ഭാഷ ദേശീയ തലത്തിലേക്ക് ഉയരുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ അഭിമാനം വളർത്തുകയും അദ്ദേഹത്തിലൊരു ദേശീയ ബോധം പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതകാലത്തിൻ്റെ മുഴക്കത്തോടെ ഭാവിയുടെ മന്ത്രമധുരമായ താളത്തിൽ പ്രപഞ്ചാത്മാവിനെ വിളിച്ചുണർത്തുന്ന സർഗാത്മക ഭാവനയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം വാചക എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാവ്യഭാഷയാണ്. കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങളെ ഉണർത്തിക്കൊണ്ട് ഭാവിയുടെ മന്ത്രോച്ചാരം ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി എങ്ങനെ ആയിരിക്കണം എന്ന താളത്തിൽ പ്രപഞ്ചാത്മാവിനെ വിളിച്ച്, അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് അതേപോലെ തന്നെ ഈശ്വരനെക്കുറിച്ചുമുള്ള ഒരു ധാരണയും കൂടി അദ്ദേഹം ജനങ്ങളിലേക്ക് ഉയർത്താൻ ഈ പ്രസംഗം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സർഗാത്മകതയിലെ മാനവികതാബോധത്തെക്കുറിച്ചും അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പറഞ്ഞല്ലോ എന്താണ് കവികൾ ചെയ്യേണ്ടത്, എന്താണ് കവികൾ ചെയ്യുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ല. അതായത് പഴയ മാനുസും പുതിയ മാനുസും എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ വ്യക്തികൾക്ക് നമ്മൾ കുറച്ചുകൂടി അങ്ങനത്തെ, അതായത് പഴയ ആ ഒരു രീതി അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അതിന് കുറച്ചുകൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു മാനവികത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളുടെ ആത്മാവിനെയും ജനങ്ങളിലുള്ള മനുഷ്യരിലുള്ള ഈശ്വരനെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ പുതിയ കവിതകളിൽ ഉണ്ടാവണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാനവികതാ ദർശനവും വിശാലമായ പ്രകൃതി ബോധവും കൈക്കൊള്ളാൻ ഭാവി കവികൾക്ക് കഴിയട്ടെ എന്ന ഒരു ആശംസയോട് കൂടിയിട്ടാണ് ശരിക്കും തൻ്റെ പ്രസംഗം നിർത്തുന്നത്? ശങ്കരക്കുറുപ്പ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇത്രയാണ് അതിൽ വരുന്നത്. അത് സാഹിത്യഭാഷയൊക്കെ ആകുമ്പോൾ കുറച്ച് കടുകട്ടിയായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടിട്ട് മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ രീതിക്ക് നോട്ടിൽ തരുന്നുണ്ടല്ലോ കേട്ടോ. ഓക്കെ, താങ്ക്സ്.